Hello, Assalamu alaikum. How are you? Now we are going to learn the past perfect continuous tense. Okay, are you ready? Let's start our today's class. Okay, first we are going to learn positive sentence, then negative sentence, then yes or no questions, then WH questions, and then usages. Are you ready? Okay. First, we are going to learn how to write the positive sentence. Positive sentence. Positive sentence chart. Subject plus had plus been plus verb fifth form. Subject plus had plus been plus verb fifth form. ഇതിലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പാസ്റ്റിൽ തുടങ്ങി വെച്ച ഒരു കാര്യം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സെന്റൻസുകളാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അതേസമയം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാന്ന് വെച്ചാൽ പാസ്റ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം പ്രസന്റിൽ പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ചെയ്ത് കഴിഞ്ഞ ഒരു സംഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ ഐ ഹാഡ് ബീൻ പ്ലേയിങ്, ഇവിടെ നമ്മൾ ഒരേ ഒരു ഹെൽപ്പിംഗ് വേർബ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഹാഡ്, അത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും സബ്ജക്ട് പ്ലൂരൽ ആണെങ്കിലും ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക. I had been playing. We had been playing. You had been playing. They had been playing. He had been reading. She had been reading. It had been reading. Got it? Next. Positive sentence. Examples. First, I had been walking. മീനിങ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് കേട്ടോ. ഐ ഹാഡ് ബീൻ വാക്കിംഗ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യു ഹാഡ് ബീൻ റണ്ണിങ്, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഹാഡ് ബീൻ കുക്കിംഗ്, അവൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ സ്വിമ്മിങ്, അവൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വി ഹാഡ് ബീൻ സ്റ്റഡിയിങ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Got it? Okay. Then take your notebook, write the exercise. First question, I dash work. ഇവിടെ തന്നിട്ടുണ്ട്, verb തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്? ആകെ ഒരേ ഒരു ഹെൽപ്പിംഗ് വേർബേ ഉള്ളൂ. ഇവിടെ ഡൗട്ട് ഒന്നും വേണ്ട. I had been working all day, so I didn't want to go out. I had been working all day, so I didn't want to go out. She dash sleep for 10 hours when I woke her. They dash live in Beijing for 3 years when he lost his job. When we met, you dash work at that company for 6 months. We dash eat all day, so we felt a bit ill. Got it? Next നമ്മൾ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? അതിന്റെ ഡിഫറൻസ് എന്നുള്ളത് നോക്കുന്നത്. ഫസ്റ്റ് പോസിറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതിൽ ഐ ഹാവ് ബീൻ വാക്കിംഗ്, ഇതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ പോസിറ്റീവ് സെന്റൻസ്. ഐ ഹാവ് ബീൻ വാക്കിംഗ്, സോറി വർക്കിംഗ് അല്ല, വാക്കിംഗ്. ഐ ഹാവ് ബീൻ വാക്കിംഗ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് സെന്റൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താണ്? ഐ ഹാഡ് ബീൻ വാക്കിംഗ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും. പാസ്റ്റിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? നമ്മൾ പാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Got it? Okay. Next, negative sentence. Negative sentence. Negative sentence chart. Subject had, subject plus, had plus, not,
plus been plus verb fifth form. I had not been playing. I had not been playing. We had not been playing. You had not been playing. They had not been playing. He had not been reading. She had not been reading. It had not been reading. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഐ വന്നു കഴിഞ്ഞാലും ഹാഡ് ആണ് ഉപയോഗിക്കുക. പ്ലൂറൽ വന്നു കഴിഞ്ഞാലും ഹാഡ് ഉപയോഗിക്കും. സിംഗുലർ വന്നു കഴിഞ്ഞാലും ഹാഡ് ഉപയോഗിക്കും. അതിന്റെ ഫോർമാറ്റ് മാത്രം നോക്കിയാൽ മതി. സബ്ജക്ട് പ്ലസ് ഹാഡ്. ഹാഡിന്റെ ബീന്റെ ഇടയിലാണ് നോട്ട് എഴുതുന്നത്. അപ്പോൾ ഐ ഹാഡ് നോട്ട് ബീൻ പ്ലേയിങ്. വി ഹാഡ് നോട്ട് ബീൻ പ്ലേയിങ്. യു ഹാഡ് നോട്ട് ബീൻ പ്ലേയിങ്. ദേ ഹാഡ് നോട്ട് ബീൻ പ്ലേയിങ്. അങ്ങനെയാണ് അത് എഴുതുക. ഓക്കെ, got it? Next, negative sentence examples. I had not been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല. I had not been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല. You had not been running. നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. You had not been running. He had not been cooking. അവൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. He had not been cooking. She had not been swimming. അവൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. She had not been swimming. We had not been studying. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. We had not been studying. Got it? Okay. Do the exercise. First, I dash woke her long when she cried. Oh, I had not been walking. I had not been walking there long when she cried. She dash woke, but she was tired anyway. It dash not rain long when I got home. He was in trouble when the teacher because he dash go to classes. I caught a cold because I dash eat properly. Got it? Next, present perfect continuous tense ഉം past perfect continuous tense ഉള്ള difference. അപ്പോൾ പോസിറ്റീവ് സെന്റൻസ് I have been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ പോസിറ്റീവ് സെന്റൻസ് I had been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ നെഗറ്റീവ് സെന്റൻസോ I have not been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയല്ല. നെഗറ്റീവ് സെന്റൻസിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് I had not been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയല്ല. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല. Got the difference? Okay. Next, we are going to learn how to create yes or no questions in past perfect continuous tense. Yes or no questions. Chart. Had. ഇവിടെ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? had. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ yes or no questions ക്രിയേറ്റ് ചെയ്യുന്നത്. had plus subject plus been plus verb fifth form. Had I been playing? Had I been playing? Had we been playing? Had you been playing? Had they been playing? Had he been reading? Had she been reading? Had it been reading? Got it? I വന്നു കഴിഞ്ഞാലും had ഉപയോഗിക്കുക. പ്ലൂരൽ വന്നു കഴിഞ്ഞാലും had ഉപയോഗിക്കുക. സിംഗുലർ ആണെങ്കിൽ ഇവിടെ എന്താണ്? had ആണ് ഉപയോഗിക്കുന്നത്. Got it? Okay. Next, yes or no questions. Examples. Example 1. Had I been walking? ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Had I been walking? ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Had you been running? നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. Had you been running? നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. Had he been cooking? അവൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Had he been cooking? Had she been swimming? അവൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. Had she been swimming? Had we been studying? ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Had we been studying? Got it?
Okay. Next, exercise. Do the exercise. First one. Dash. It rain when you left the restaurant. Dash. It rain when you left the restaurant. Create yes or no questions. Second question. Dash. I woke that day. Dash. I woke that day. Third question. Dash. She see him for long when they moved to Paris. Fourth question. When you got sick, dash, you eat enough. Okay, finished? Okay, very good. Next, the difference between present perfect continuous tense and past perfect continuous tense. Positive sentence, I have been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. Positive sentence in past perfect continuous tense, I had been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Negative sentence, I have not been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയല്ല. Negative sentence, I had not been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല. Have I been walking? ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണോ? Had I been walking? ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Got the difference? Okay. Next, we are going to learn what's that? WH question. How to create WH questions. Fourth one. WH questions. Chart. Question word plus had plus subject plus been plus verb fifth form. Had and been. ഇതിന്റെ ഇടയിലാണ് നമ്മൾ subject use ചെയ്യുന്നത്. Question word plus had plus subject plus been plus verb fifth form. Where had I been playing? Where had I been playing? What have we been playing? What have you been playing? What have they been playing? What have they been playing? Which had he been reading? Which had she been reading? Which had it been reading? Got it? First question word എഴുതുക, പിന്നെ had ഉപയോഗിക്കുക, helping verb ഉപയോഗിക്കുക, എന്നിട്ട് subject ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് been ഉപയോഗിച്ചിട്ട് വെർബിന്റെ ഫിഫ്ത് ഫോം. ഈ ഫോർമാറ്റ് ആണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് വെർബ് ഫിഫ്ത് ഫോം. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, WH questions. Examples. Where had you been walking? നിങ്ങൾ എവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്? Where had you been walking? നിങ്ങൾ എവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്? Why have you been running? നിങ്ങൾ എന്തിനാണ് ഓടിക്കൊണ്ടിരുന്നത്? Why have you been running? What had he been cooking? അവൻ എന്താണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത്? What had he been cooking? Why had she been swimming? അവൾ എന്തുകൊണ്ടാണ് നീന്തിക്കൊണ്ടിരുന്നത്? Why had she been swimming? What had we been studying? നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? What had we been studying? Got it? Okay. Next, WH questions. Exercise. Do the exercise. First question. There was a water everywhere. What dash the children do? There was a water everywhere. What dash the children do? Subject തന്നിട്ടുണ്ട്, വെർബിന്റെ ഫോമും തന്നിട്ടുണ്ട്. Next, second question. How long dash she lived in London when she found that job? How long dash she lived in London when she found that job? Third question. Why was the house so messy? Why was the house so messy? What dash she do? Why was the house so messy? What dash she do? Fourth question. How long dash we wait when the bus finally arrived? Fifth question. How long dash he played football when he was injured? Finished? Okay. Next, the difference between present perfect continuous tense and past perfect continuous tense. Positive sentence.
I have been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. I had been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നെഗറ്റീവ് സെന്റൻസ് I had not been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയല്ല. I had not been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല. Yes or no questions? Have I been walking? ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണോ? Had I been walking? ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? WH questions. Where have you been walking? നിങ്ങൾ എവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? Where had you been walking? നിങ്ങൾ എവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്? Got it? Okay. Next, we are going to learn usages. ഇനി നമ്മൾ past perfect continuous tense പഠിച്ചു കഴിഞ്ഞു. അതിന്റെ പോസിറ്റീവ് സെന്റൻസ് കഴിഞ്ഞു, നെഗറ്റീവ് സെന്റൻസ് പഠിച്ചു കഴിഞ്ഞു, yes or no ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞു, WH ക്വസ്റ്റ്യൻസും എങ്ങനെ എഴുതുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പഠിച്ചു കഴിഞ്ഞ ഈ സെന്റൻസ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, usages. Past perfect continuous tense usages. First one, how long to a point in the past. How long to a point in the past. She had been working at the company for a year when she met James. Use with when plus past simple or for plus time. Next, result at a time in the past. The pavement was wet. It had been raining. Use with the simple past. Okay, first we are going to learn first usage, past perfect continuous tense usage. How long to a point in the past. How long to a point in the past. Something that started in the past and continued up to another action or time in the past. The past perfect continuous tense tells us how long, just like the present perfect continuous. But this time, the action continues up to a point in the past rather than the present. Usually, we use for plus time. We can also use the past perfect symbol here, often with stative verbs. For something that started in the past and continue up to another action or time in the past. First പറഞ്ഞ പോലെ തന്നെ past tense start ചെയ്ത ഒരു കാര്യം past tense കണ്ടിന്യൂ ചെയ്ത് past tense കുറെ കാലം നമ്മൾ അത് ചെയ്തിട്ടുണ്ടാവും. ബട്ട് അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പ്രസന്റിലാണ് പറയുന്നുണ്ടാവുക. പക്ഷെ ആക്ഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞതും ഫുൾ ആയിട്ട് എവിടെയാണ്? past tenseലാണ്. present perfect continuous tense past perfect continuous tense ഉള്ള ഒരു ഡിഫറൻസ് അതാണ്. present perfect continuous tense ആവുമ്പോൾ അതെങ്ങനെയാണ്? നമ്മൾ past tense നമ്മൾ ചെയ്ത ഒരു കാര്യം അത് ഇപ്പോഴും പ്രസന്റിലും നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആ വർക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ആക്ഷൻസ് എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും. ബട്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നമ്മൾ ചെയ്ത ഒരു കാര്യമായിരിക്കണം. ബട്ട് ഇപ്പോ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആ കാര്യം ചെയ്യുന്നില്ല, അത് അതോടുകൂടി അവസാനിച്ചിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും. പക്ഷെ അതിന്റെ കൂടെ യൂഷ്വലി വി യൂസ് ഫോർ പ്ലസ് ടൈം. ഫോർ എന്നുള്ള വേർഡും ആ ടൈം 3 years or 4 years അല്ലെങ്കിൽ അങ്ങനെ വീക്സ് എന്നൊക്കെ നമ്മൾ ആ ടൈമും കൂടെ അവിടെ മെൻഷൻ ചെയ്യും. പിന്നെ അതിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസും ഉപയോഗിക്കുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്? എക്സാമ്പിൾസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എക്സാമ്പിൾ ആണ് ഇവിടെ. She had been working at that company for a year when she met James. She had been working at that company for കണ്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, ഇയർ എന്നുള്ള ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ she had been working at that company for a year when she met James. ജെയിംസിനെ കണ്ടപ്പോൾ ഒരു വർഷമായി അവൾ ആ കമ്പനി ജോലി ചെയ്യുകയായിരുന്നു. ജെയിംസിനെ കാണുക എന്നുള്ളതും പാസ്റ്റിൽ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ആ സമയത്ത് അവൾ ആ കമ്പനി ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പൊ അവൾ അതൊന്നും ചെയ്യുന്നില്ല. ജെയിംസിനെ കണ്ടുമുട്ടിയ ആ സമയത്ത് ഒരു വർഷമായിട്ട് അവൾ ആ കമ്പനി ജോലി ചെയ്യുകയായിരുന്നു. അപ്പൊ രണ്ട് ആക്ഷനും എന്ത് ചെയ്തിട്ടുണ്ട്? പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞു പോയി. I had been walking for hours when I finally found the house. ഒടുവിൽ വീട് കണ്ടെത്തുമ്പോൾ ഞാൻ 1 മണിക്കൂറോളം നടക്കുകയായിരുന്നു. വീട് കണ്ടെത്താൻ വേണ്ടി ആ സമയത്ത് 1 മണിക്കൂറോളം നടക്കുകയായിരുന്നു. I had been walking for hours when I finally found the house. When എന്നുള്ള ആ വേർഡിന് ശേഷം നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതിന്റെ മുൻപ് എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. Got it? We had been living in Berlin for 3 months when we had to leave.
ഞങ്ങൾക്ക് പോകേണ്ടി വന്നപ്പോൾ ഞങ്ങൾ 3 മാസമായി ബെർലിനിൽ താമസിക്കുകയായിരുന്നു. അവിടുന്ന് പോകേണ്ടി വന്നപ്പോൾ ബെർലിനിൽ ഞങ്ങൾ 3 മാസമായിട്ട് അവിടെ താമസിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് അവിടുന്ന് പോകേണ്ടി വന്നത്. രണ്ടും പോവുക എന്നുള്ളതും ബെർലിനിൽ താമസിക്കുക എന്നുള്ള 2 ആക്ഷൻസും കഴിഞ്ഞു പോയി. ഞങ്ങൾക്ക് പോകേണ്ടി വന്നപ്പോൾ ഞങ്ങൾ 3 മാസമായി ബെർലിനിൽ താമസിക്കുകയായിരുന്നു. Got it? Next, past perfect continuous tense. Past perfect continuous tense ന്റെ usage. Second usage. Result at the time in the past. Result at the time in the past. Pastൽ സംഭവിച്ചു, പാസ്റ്റിൽ തന്നെ അതിനുള്ള റിസൾട്ടും കിട്ടി. അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഈ ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്, ഈ ടെൻസിലാണ് പറയുന്നത്. Something that finished just before another event in the past. പാസ്റ്റിൽ നടന്ന ഒരു ഇവന്റിന് കുറച്ച് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറെ അതിനുള്ള ആ ആക്ഷൻസ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. This is usually used to show a result at a time in the past. It's very similar to the present perfect continuous, but the action finishes before another time in the past rather than finishing before the present. അതായത് പ്രസന്റിന്റെ കുറച്ച് മുൻപ് എല്ലാം തീർന്നിട്ടുണ്ടാവും, എല്ലാ ആക്ഷൻസും അവസാനിച്ചിട്ടുണ്ടാവും. അത് ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാസ്റ്റിൽ തുടങ്ങിയതായിരിക്കും, ബട്ട് ആ ആക്ഷൻ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അതെന്ത് ചെയ്യണം, അവസാനിച്ചിട്ടിരിക്കണം. ഓക്കെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, past perfect continuous tense examples. Usage example: the pavement was wet, it had been raining. The rain had finished before the time I am describing in the past. We would see the result of the rain. നടപ്പാത നനഞ്ഞിരുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ വീണിട്ടുണ്ടാവാം. നമ്മൾ പറയില്ലേ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ ആ നടപ്പാത നനഞ്ഞിരുന്നു, അപ്പോഴാണ് ഞാൻ വീണത്. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നടപ്പാത നനഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണുപോയത്. So the pavement was wet, it had been raining. The children had been playing and so the room was a mess. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നതിനാൽ മുറിയൊക്കെ വൃത്തികേടായി. 2 ആക്ഷൻസും കഴിഞ്ഞുപോയി. I had been walking before. പക്ഷെ ഇവിടെയുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ ആ ആക്ഷന് കഴിഞ്ഞുപോയ ആക്ഷൻ അപ്പൊ തന്നെ റിസൾട്ടും കിട്ടി. അപ്പൊ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നതിനാൽ മുറിയൊക്കെ വൃത്തികേടായി. I had been walking before I saw you and that's why I was really tired. നിങ്ങളെ കാണുന്നതിന് മുമ്പ് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ക്ഷീണിതനായിരുന്നത്. നിങ്ങളെ കാണുന്നതിന് മുമ്പ് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ക്ഷീണിതനായിരുന്നത്. Got it? Okay? Okay, take your notebook and do the exercise. First question. Here past perfect continuous and simple past exercise രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ എവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം, എവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആൻസേഴ്സ് എഴുതുക. എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. എല്ലാവരും സെൻഡ് ചെയ്യണം, കുറെ പേര് ഇപ്പൊ സെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ആൻസേഴ്സ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: I dash wait for hours, so I was really glad when the bus finally dash arrived. Why dash B forms: the baby's face so dirty, he dash eat chocolate. Third question: I dash see John yesterday, but he dash run, so he was too tired to chat. Fourth question: it dash rain and the permit dash B forms covered with puddles. Fifth question: they dash steady all day, so when we dash meet they were exhausted. Got it? Now I am going to wind up our lessons today. Thank you. Assalamu alaikum.